ഹദീസുകൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പല കർമ്മങ്ങൾക്കും പല കൂലികൾ പറഞ്ഞിട്ടുണ്ട്, പല പ്രതിഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കർമ്മത്തെ പറഞ്ഞ് ആ കർമ്മത്തിന് ഇത്രയും വലിയ പ്രതിഫലം പറഞ്ഞ മറ്റൊരു ഹദീസുണ്ടോ എന്ന കാര്യം സംശയമാണ്. അത് വെള്ളിയാഴ്ചയിലെ കർമ്മത്തെക്കുറിച്ചാണ്. പല കർമ്മങ്ങൾക്കും പല പ്രതിഫലവും ഹദീസുകളിൽ പറയാറുണ്ട്. എന്നാൽ ഒരു ഹദീസ് പറഞ്ഞ് ആ ഹദീസിൽ ഒരു കർമ്മത്തെ കുറിച്ച് പറഞ്ഞ് ആ കർമ്മം നിർവഹിച്ചാൽ ലഭിക്കുന്ന കൂലി, ഇത്രയും വലിയ കൂലി പരിചയപ്പെടുത്തപ്പെട്ട മറ്റൊരു ഹദീസുണ്ടോ എന്ന കാര്യം സംശയമാണ്. അങ്ങനെ ഒരു ഹദീസാണത്. ഒരാൾ കുളിച്ചു, തലകഴുകി കുളിച്ചു, തലകഴുകി കുളിച്ചു, അങ്ങനെയാണ് അതിന് നൽകപ്പെട്ട അർത്ഥതലങ്ങളിൽ ഒന്ന്. അല്ലെങ്കിൽ കുടുംബത്തോട് കുളിക്കാൻ ആവശ്യപ്പെട്ടു, കുളിച്ചൊരുങ്ങിയിട്ട് നേരത്തെ പള്ളിയിൽ പോവണം എന്ന ആഗ്രഹത്തോടെ പള്ളിയിലേക്ക് എത്തിയിട്ട് ഇമാമി, ഇത് വെള്ളിയാഴ്ചയാണെന്ന ബോധത്തോടെ ഇമാമിനടുത്തേക്ക് ചെന്നിരുന്ന് പരമാവധി മുന്നിലുള്ള സഫിലേക്ക് കയറിയിരുന്ന് ഇമാമ പറയുന്ന കാര്യങ്ങൾ, ഖതീബ് ഖുത്ബയിൽ ഉത്ബോധനം നടത്തുന്ന ഉത്ബോധനങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് മൗനിയായി നിന്ന് അങ്ങനെ ഒരാൾക്ക് വെള്ളിയാഴ്ച ചെലവഴിക്കാൻ കഴിഞ്ഞാൽ കാനലഹു, ഹദീസിന്റെ പ്രതിഫലം പറയുന്നിടത്താണ് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടത്. കാനലഹു അജ്റു സനത്തിൻ സിയാമിഹ വഖിയാമിഹ ബികുല്ലി ഖത്വത്തിൻ യഖ്തൂഹാ. അവൻ പള്ളിയിലേക്ക് ചവിട്ടി നടക്കുന്ന ഓരോ ചവിട്ടടിക്കും, ഓരോ സ്റ്റെപ്പിനും അള്ളാഹു നൽകുന്ന പ്രതിഫലം ഒരു വർഷത്തെ നിസ്കാരത്തിന്റെയും ഒരു വർഷത്തെ നോമ്പിന്റെയും പ്രതിഫലമാണ്. ഇങ്ങനെ ഒരു പ്രതിഫലം മറ്റേതെങ്കിലും കർമ്മങ്ങൾക്കുള്ളതായി എന്റെ അറിവിലില്ല. ഒരു സ്റ്റെപ്പ് നമ്മൾ എടുത്തു വെക്കുമ്പോ പള്ളിയിലേക്ക് നമ്മൾ ഒരു കാലെടുത്ത് വെച്ച് ഏത് രൂപത്തിലാവണം? കുളിക്കണം, വൃത്തിയാവണം, എന്റെ പ്രദേശത്തെ വിശ്വാസികളോടൊത്ത് ഈ ആഴ്ചയിലെ പെരുന്നാളിനെ അനുഭവിക്കാനാണ് ഞാൻ പള്ളിയിലേക്ക് പോകുന്നതെന്ന വിചാരമുണ്ടാവണം. സന്തോഷത്തോടെ പള്ളിയിലേക്ക് വരണം. ഇമാമിനടുത്തേക്ക് പരമാവധി എത്ര അടുത്ത് സഫിൽ മുന്നിൽ കയറിയിരിക്കാൻ കഴിയുമോ അങ്ങനെ ഇരിക്കണം. ഖതീബ് പറയുന്ന 2 ഖുതുബകൾ അത് ശ്രദ്ധാപൂർവം കേൾക്കണം. ദീനുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളാണെന്ന വിചാരത്തോടെ, അന്ത്യനാളുമായി ബന്ധപ്പെട്ട എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണെന്ന വിചാരത്തോടെ അത്രയേ വേണ്ടതുള്ളൂ. ആ വിചാരത്തോടെ അറബിയിൽ പറയുന്ന വാക്കുകളാണെങ്കിലും അത് ശ്രദ്ധാപൂർവം കേൾക്കണം. ഉപദേശം എന്ന പോലെ അത് കേൾക്കണം. ഒരു ശബ്ദവും ഉണ്ടാക്കരുത്. ഇങ്ങനെ ഒരാൾ ചെയ്യാൻ കഴിഞ്ഞാൽ അയാൾ എടുത്തു വെക്കുന്ന ഒരു ചവിട്ടടിക്ക് നൽകുന്ന പ്രതിഫലമാണ് ഒരു വർഷത്തെ പ്രതിഫലം. ഒരു വർഷത്തെ പ്രതിഫലം എന്ന് പറഞ്ഞതിന് ശേഷം അതിനെ വിശദീകരിക്കാൻ, ഒരു വർഷം എന്തിന്റെ പ്രതിഫലമാണ്? സിയാമിഹ വഖിയാമിഹ, ഒരു വർഷം ഉടനീളം നിസ്കരിച്ചതിന്റെ